എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അതായത് ഗവൺമെൻറ് ITIകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 29 വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. നിലവിൽ ഈ ഒരു അപേക്ഷ നൽകാനുള്ള ഡേറ്റ് നീട്ടിയിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ നീട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 29 വരെയാണ് ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അതിനുശേഷം ജൂലൈ 6 വരെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അടുത്തുള്ള ഗവൺമെൻറ് ITIകളിൽ പോയിക്കൊണ്ട് വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വെരിഫിക്കേഷൻ ചെയ്യുന്നതുവരെ ലഭ്യമാക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ 72 ട്രേഡുകളിലായിട്ട് 104 ഗവൺമെൻറ് ITIകളിലേക്കാണ് ഈ ഒരു പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ IDയും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ, അതായത് ITI വഴി നിങ്ങൾ അഡ്മിഷൻ നേടി ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ IDയും നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് SMS മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ ഒരു മൊബൈൽ നമ്പറിലും അതുപോലെ ഇമെയിൽ IDയിലും ആയിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ നൽകുന്നതിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഈ ഒരു പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് അപ്ലൈ നൗ അല്ലെങ്കിൽ ഹൗ ടു അപ്ലൈ എന്നിങ്ങനെ ഒരു ലിങ്ക് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു PDF രൂപത്തിൽ, അതായത് ഒരു PDF ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു PDFൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു വിശദമായിട്ടുള്ള വിവരങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഹൗ ടു അപ്ലൈ എന്നുള്ള ഈ ഒരു സ്ക്രോളായിട്ട് പോകുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു PDF കൊടുത്തതായിട്ട് കാണാം, യൂസർ മാനുവൽ എന്ന് പറഞ്ഞുകൊണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്നുള്ള സംബന്ധിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഈ ഒരു അതായത് സ്വന്തമായിട്ടോ മറ്റോ നിങ്ങൾ അപേക്ഷ നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഈ ഒരു അഡ്മിഷൻ ലഭിച്ച് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീസ് ആകെ 100 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാളെ വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും, കാരണം മുൻപൊക്കെ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് വെരിഫിക്കേഷൻ ഡേറ്റും ചില സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു എഡിറ്റിങ്ങൾ വല്ലതും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേഡുകൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, അത് ഏതെങ്കിലും ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. വെരിഫിക്കേഷന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്ത് അതുപോലെ അതിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ നൽകിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് അടുത്തുള്ള ITIകളിൽ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. വെരിഫിക്കേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനുകൾ നിരസിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനുശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും, അതായത് നിങ്ങൾ വെച്ചിട്ടുള്ള പോളിടെക്നിക് കോളേജുകൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ആ ഒരു കോളേജുകളിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടുകയുമാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.